Hello friends, welcome back to Shreya and Shravia's Kitchen. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് കരുതുന്നു. ഓണം വരാൻ പോവുക. അപ്പം ഞാൻ ഓണത്തിൻ്റെ കുറേ റെസിപ്പീസ് ആയിട്ട് സീരീസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് റെസിപ്പി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കുന്നത് മത്തങ്ങ വൻപയർ എലിശ്ശേരി. അപ്പോൾ അതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 നോക്കാം. ഇവിടെ ഞാനൊരു 1.5 കപ്പ് വൻപയർ അല്ലെങ്കിൽ കൗ ബീൻസ് എടുത്തിട്ടുണ്ട്. അത് 8 മണിക്കൂർ കുതിർത്തി വെച്ച് ഓവർനൈറ്റ് കുതിർത്തി വെച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്, നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഒരു 4 to 5 സ്ലിറ്റ്സ് ഓഫ് ഗ്രീൻ ചില്ലീസ്. ഇനി നമുക്ക് പിന്നെ നമ്മുടെ കരിയാപ്പില. ഇനി നമ്മളൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആദ്യം വൻപയർ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി വൻപയറിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഒരു 3/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വൻപയറിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഒരു 3 വിസിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ലോവർ ഫ്ലെയിമിൽ വെക്കണം. വൻപയർ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മത്തങ്ങയോടെ വേവിച്ചെടുക്കാം. മത്തങ്ങയ്ക്കകത്തും മഞ്ഞളും ഉപ്പും വെള്ളം ഇട്ട് നമുക്ക് മത്തങ്ങയും വേവിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളവും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഒരാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ. പിന്നെ ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോക്കനട്ട് പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് തേങ്ങ അരയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്, ഒരു 2 കൊച്ചുള്ളിയും 2 വെളുത്തുള്ളിയും ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് പേസ്റ്റ് പരുവത്തിയാക്കി എടുക്കണം. ഇനി ഇവിടെ നമ്മുടെ വൻപയറും മത്തങ്ങയും വെന്തോന്നിരിക്കുക. വൻപയറിൻ്റെ വേവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മത്തങ്ങ ഒരു 10 മിനിറ്റ്സ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മത്തങ്ങ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട്. നമ്മുടെ വൻപയറും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട്, നല്ലപോലെ നമ്മുടെ വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ വൻപയർ ഒന്ന് ഉടയ്ക്കണം. ഉടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാനാണ് നമ്മൾ ഉടയ്ക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. അപ്പം നമ്മുടെ വൻപയർ ഉടച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ച് മത്തങ്ങ അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മത്തങ്ങയും നമ്മുടെ കോക്കനട്ട് പേസ്റ്റും അരച്ച് വെച്ച് തേങ്ങായും ഇട്ട് നല്ലപോലെ ഇച്ചിരൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസിലൊന്ന് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട. തേങ്ങ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കറി തിളപ്പിക്കല്ല, അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒരു 2 to 3 മിനിറ്റ്സ് മാക്സിമം ഒന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് കടുക് വറുക്കാൻ വേണ്ടി പോവുക. അതിന് വേണ്ടി ഒരു 2 to 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് 2 or 3 ചുമന്ന മുളകും കൊച്ചുള്ളി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് ലാസ്റ്റിൽ നമ്മൾ കരിയാപ്പിലയോട് ഇട്ടങ്ങ് വാങ്ങാം. അപ്പം നമ്മുടെ കടുക് വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ എലിശ്ശേരിക്കകത്തോട്ടിടാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ തേങ്ങ വറുത്തത്. തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് മേളിലോട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടാം. അപ്പം നമ്മുടെ വൻപയർ മത്തങ്ങ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ തേങ്ങ അരയ്ക്കുകയും ചെയ്യണം, പ്ലസ് തേങ്ങ വറുത്ത് നമ്മളൊന്ന് മേളിൽ ഇടണം.